ഇന്ന് മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം, ഇന്ന് അതാണ് നല്ലത്. ഇന്ന് പറയണ ആള് മൗനത്തില്, കേൾക്കണ ആള് മൗനത്തില്, ദക്ഷിണാമൂർത്തി എങ്ങനെ ഇരുന്നു അതുപോലെ ഇരിക്കാമെന്ന്. സഹസ്രം വർത്തന്തെ ജഗതി വിബുധാഃ ക്ഷുദ്രഫലദാ ന മന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം. ഈ ജഗത്തില് സഹസ്രം വർത്തന്തെ, ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. വിബുധാഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദേവന്മാരിരിക്കും. ജഗത്തില് നമുക്ക് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് ജലം വരണു, നമുക്ക് കുറച്ച് ഉഷ്ണം തീർക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യണു, നമുക്ക് അത്യാവശ്യം ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്നി രൂപത്തിൽ ഭഗവാൻ വരണു, ശ്വാസോച്ഛ്വാസം നടക്കാൻ വേണ്ടി പ്രാണന്റെ ശുദ്ധ വായുവിന്റെ രൂപത്തിൽ ഭഗവാൻ വരണു, പഞ്ചഭൂത രൂപത്തില് ഭഗവാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സഹസ്രം വർദ്ധന്റെ, ഒരുപാട് വർദ്ധിക്കണം. ഇവിടെ ഇപ്പൊ ദേവന്മാരൊക്കെ കണ്ട ഒരുപാട് ദേവന്മാരുണ്ട്, 33 കോടി ദേവന്മാരുണ്ട്. നമുക്ക് ഏത് ഒന്നിനെ സെലക്ട് ചെയ്യേണ്ട പാടേ ഉള്ളൂ അല്ലേ? നമ്മൾ ഈ കാർഡൊക്കെ കളിക്കുമ്പോൾ ഇത് എൻ്റെ കാർഡ് എന്ന് പറയുന്ന പോലെ 33 കോടി ദേവതയില് ഒരു ദേവതയെ സെലക്ട് ചെയ്യേണ്ട പാടേ ഉള്ളൂ. നമ്മള് സംസ്കാരം അങ്ങനെയാണ്, ഒരുപാട് ദേവന്മാരുണ്ട്. നമുക്ക് കാണുന്നതെല്ലാം ദേവന്മാർ. ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ അല്ലേ? അതിഥി ദേവനാണ്. ഇപ്പൊ ഉത്തർപ്രദേശില് UP-യിലൊക്കെ പോയാൽ അവർ അതിഥിയെ എങ്ങനെ സത്കരിക്കണം എന്ന് അവർ കാണിച്ചു തരും. ഒരു വീട്ടിൽ പോയാൽ പാദ നമസ്കാരമൊക്കെ ചെയ്ത് പാദമൊക്കെ കഴുകി അല്ലേ? അതേ സമയത്ത് കേരളത്തിൽ വന്ന ഒരു ആനയ്ക്ക് കൂടെ കാണാൻ പറ്റാത്ത തരത്തിൽ മതിൽ വെച്ചിരിക്കും. എന്നുവെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് അവ എത്തിക്കൂടെ നോക്കരുത്, ഗസ്റ്റേ വരരുതെന്ന് വിചാരിക്കും. പക്ഷേ നിർഭാഗ്യവശം എന്തു വരും? ഗോസ്റ്റ് വരും, ഒരു അക്ഷരം മാറിപ്പോകും. എന്നിട്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷിയൊക്കെ വിളിച്ച് ഒന്ന് മാറ്റിത്തരണം അല്ലേ? അപ്പോ പല ദേവന്മാരും സഹസ്രം വർദ്ധന്തേ, ഒരുപാടുണ്ട്. ഈ ജഗത്തിൽ ഒരുപാടുണ്ട്. നമുക്ക് പോയാലും കാണാം, ഇന്ന ക്ഷേത്രത്തിൽ നല്ല ഫലം ഉണ്ടാവും, ഈ ക്ഷേത്രത്തിൽ പോയാൽ പൂജാരി ഇന്ന പ്രസാദം തരും, പല പല ഫലമുണ്ട്. പക്ഷെ ആ ഫലമൊക്കെ എങ്ങനെ ഇരിക്കുന്ന ഫലമാണെന്നാ പറയണത്? ക്ഷുദ്രഫലത. ക്ഷുദ്രം എന്ന് പറഞ്ഞാ നമുക്കൊക്കെ അറിയാവുന്ന ക്ഷുദ്രമല്ല. ക്ഷുദ്രം എന്ന് പറഞ്ഞാ താത്കാലികമായത്, ദുഃഖം എന്നർത്ഥം. ദുഃഖമേ ഫലമായിട്ടുള്ളത്. അതുകൊണ്ട് അർജുനൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോ കൃഷ്ണൻ ഒരു വാക്ക് പറയും, എന്താ? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ഹൃദയത്തിന്റെ ദൗർബല്യമാണ് ക്ഷുദ്രം എന്ന് പറയുന്നത്, മനസ്സിന്റെ ഒരു ദൗർബല്യം. അതുകൊണ്ട് പല ദേവന്മാരുണ്ടല്ലേ. ഇപ്പൊ മഴ പെയ്യണോ, അത്യാവശ്യം നമുക്ക് തണുപ്പ് തരണതാണ്. ഇപ്പൊ നമുക്ക് സഫറിങ് ആണ് അല്ലെ? പറയണത് കേൾക്കാൻ വയ്യ, പറയണ ആൾക്ക് കുറച്ച് ശബ്ദം കൂട്ടി പറയേണ്ടി വരണോ. അപ്പൊ അത് ഫലം എന്താ? ക്ഷുദ്രഫലത. ഒരാൾക്ക് വെള്ളം മാത്രം തന്നുകൊണ്ടിരുന്ന ക്ഷുദ്രഫലത, ദുഃഖം വരും. പ്രിയപ്പെട്ട വസ്തുവിനെ മാത്രം നമുക്ക് തന്നുകൊണ്ടിരുന്ന, ഒരാൾക്ക് ലഡു ഇഷ്ടമാണ്, അയാൾക്ക് ലഡു മാത്രം കൊടുത്തുകൊണ്ടിരുന്നാലോ? രാവിലെ എണീറ്റ ലഡു, ഉച്ചയ്ക്ക് ലഡു, വൈകിട്ട് ലഡു, പിന്നെ ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞ ലഡു എന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ മതി, ഛർദ്ദിക്കാൻ വരും. എന്താ കാര്യം എന്ന് വെച്ചാ ജഗത്തിൽ കിട്ടുന്നതെല്ലാം ക്ഷുദ്രഫലത. ബഹിർമുഖസ്സു ദുർലഭ അല്ലേ? ലളിതാ സഹസ്രനാമത്തില് ദേവിയെ നമ്മൾ എവിടെ വേണോ തേടിക്കോ, ദേവി പറയണുണ്ട്, തേടിച്ചോളൂ. എല്ലായിടത്തും അഗ്നി രൂപത്തിലിരിക്കണത് ഞാൻ തന്നെ, ജലരൂപത്തിലിരിക്കണത് ഞാൻ തന്നെ. പോയി നോക്കൂ, കാണാൻ പറ്റണില്ല. എന്താ? അനുഭവമില്ല. ദേവി തന്നെ പറഞ്ഞിരിക്കണു, അന്തർമുഖ സമാരാധ്യ. എൻ്റെ ഉള്ളില് എല്ലാവരുടെയും ഹൃദയത്തില് സമാരാധ്യയായിട്ട് ദേവി ഇരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അതിനെ കാണാതെ വെളിയിൽ പോയാലോ ഫലം ക്ഷുദ്രഫലത. ഏതൊരു ശാസ്ത്രമായാൽ കൂടെയും
ക്ഷുദ്രമാണ് ഫലം. പുതിയ പുതിയ നോളജ് എന്താ ഫലം? ക്ഷുദ്രഫലം. പുതിയ ഡെവലപ്മെന്റ് വന്ന ക്ഷുദ്രഫലം. കാണുന്നതെല്ലാം നമുക്ക് ബുദ്ധിമുട്ട് തന്നുകൊണ്ടേയിരിക്കും, സഫറിങ് തന്നുകൊണ്ടേയിരിക്കും അല്ലെ? കൊറോണ എന്നൊരു രോഗം വരുന്നതിന് മുമ്പ് നമുക്ക് ഐസൊലേഷനും ഇല്ല, ഒന്നുമില്ല. കൊറോണ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? മാസ്ക് വയ്ക്കണോ, ഇത് വയ്ക്കണോ? എന്താ കാര്യം? പുതിയൊരു അറിവ് നമുക്ക് ഭയത്തെ ഉണ്ടാക്കി തന്നു. ഒരു കണക്കിന് അത് സെക്യൂരിറ്റി ഒക്കെ പറയാം. നമുക്ക് കുറച്ച് നേരത്തേക്ക് നമ്മൾ സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കാനെന്നൊക്കെ പറയാം. എന്നാലും അതിന്റെ പിന്നിൽ എന്താ? ഭയം അല്ലേ? പുതിയൊരു കാര്യം കണ്ടുപിടിച്ചാലും അതിന്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പണ്ടൊക്കെ സയൻസ് പഠിക്കുമ്പോൾ മെറിറ്റ്സ് എന്താ ഡീമെറിറ്റ്സ് എന്താന്ന് നമ്മൾ പഠിക്കും. പഠിച്ചവർ പറഞ്ഞു തന്നെയാണ്, എൻ്റെ അറിവല്ല. ആരും പഠിച്ചവർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇമ്പോസിഷനൊക്കെ കൊടുക്കും, ഇതൊക്കെ എഴുതി കൊണ്ടുവരാൻ പറയും എന്നൊക്കെ പറയണമെന്നുണ്ട്. അപ്പോൾ മെറിറ്റ്സ് പഠിക്കണോണ്ട് നമുക്ക് കുഴപ്പമില്ല. ഈ ഡീമെറിറ്റ്സ് കൂടെ പഠിക്കണില്ലേ, അത് വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ കെമിക്കൽ എന്തെങ്കിലും ഒരു കാര്യം ഒരാള് കെമിസ്ട്രി ലാബിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. ആ ലാബില് അയാൾ ചെയ്യണ സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ കൂടിപ്പോയാൽ ഇന്ന ഫലം ഉണ്ടാവുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ ചെയ്യണത്. ഇല്ല എന്ന് പറയാനേ പറ്റില്ല. ഏതെങ്കിലും ഉത്പന്നം ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ പ്രസിപ്പിറ്റേഷൻ കറക്റ്റ് വരുമോ ഇല്ല, ഇതെന്തെങ്കിലും അംശം കൂടിപ്പോവോ എന്ന് പേടിച്ചാ നമ്മൾ ഇത്. എന്തിന് കെമിസ്ട്രി ലാബിൽ പോകണം? വീട്ടിൽ പോയി എന്തെങ്കിലും ഒരു സാമ്പാർ വെക്കുമ്പോൾ ആരെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റ് വന്നാൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, ഉപ്പ് കൂടിപ്പോകും ഇല്ലേ, കുറഞ്ഞു പോകും. എന്താ കാര്യം എന്ന് വെച്ചാൽ കോൺഷ്യസ്ലി ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഓരോ ഡെമോൺസ്ട്രേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ പോയിട്ട് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടങ്ങിയിരിക്കും. ടീച്ചറിനെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ടീച്ചറോ ഒരു നോട്ടീസോ വരും സ്കൂളിൽ, ഇത് അറിയിക്കാൻ വേണ്ടി. ടീച്ചർ അങ്ങോട്ട് പോയാൽ കുടകുടകുടാന്ന് തുടങ്ങും അല്ലേ? ഇപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ 1 മണിക്കൂർ എന്തുമാത്രം കഷ്ടപ്പെട്ടാ പിടിച്ചിരിക്കണത്. ജസ്റ്റ് കറണ്ട് പോയപ്പോൾ കഥ അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെ. പലരും ചിലർക്ക് ആളെ കിട്ടാതെ ഫ്രണ്ടിൽ ഒരാളെടുത്ത് വന്നിരുന്നു. അപ്പോൾ എന്തോ ഒരു കഥ അല്ലേ? അപ്പോൾ 1 മണിക്കൂർ കൂടെ ശിവനേനെ ഇരിക്കാൻ നമുക്ക് പറ്റണില്ല എന്ന് വെച്ചാൽ മംഗളമായിട്ട് മിണ്ടാതെ ശാന്തമായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. അത് പറ്റണതാണ് അധ്യാത്മം. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇര് അല്ലേ? രമണ മഹർഷി ഉപദേശം മുഴുവൻ ചുമ്മാ ഇര്. നമ്മൾ പോയി ചോദിക്കണം എന്താ? മഹർഷിയുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചു, ഭഗവാനെ இந்த ചുമ്മാ ഇരിക്കുന്നതിന് എന്നെ പണ്ടത്, ചുമ്മാ ഇരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ഒന്നും ചെയ്യാതിരിക്കാനാണ് മഹർഷിയുടെ ഉപദേശം. ഒന്നും ചെയ്യാതിരിക്കൂ, പറ്റുമോ? ഇത് തലയെങ്കിലും ചൊറിയണം നമുക്ക്, ഇല്ലാതെ വയ്യ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സഹസ്രം വർത്തന്തേ ജഗതി വിബുധാഹ ശുദ്രഫലദാഹ. പല പല ഫലങ്ങൾ വെളിയിലുണ്ട് അല്ലേ? ഇന്ന ക്ഷേത്രത്തിൽ പോയി ഇന്ന അർച്ചന ചെയ്താൽ ഈ ഫലം കിട്ടും അല്ലേ? ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ ജ്യോതിഷിമാരൊക്കെ പറയും, ഇന്ന കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു ഫലം ഉണ്ടാവും. ഈ ഫലം ഇല്ല എന്നൊന്നും പറയണില്ല, ഉണ്ട്. ഫലം എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ ഈ സൂക്തം ജപിച്ചാൽ, സന്താന ഗോപാല സൂക്തം ജപിച്ചാൽ സന്താനം ഉണ്ടാവും, ഫലമുണ്ട്. അത് ഭക്തിപൂർവം ജപിക്കണം എന്നാണ്. ഭക്തിപൂർവം ജപിക്കണം. ഭക്തിപൂർവം മനസ്സ് പൂർണ്ണ അർപ്പണത്തോടുകൂടി നമ്മൾ ഒരു കാര്യം ചെയ്ത ആ സങ്കല്പത്തിന്റെ ഫലം ഉണ്ടാവും. പക്ഷെ ആ ഫലം എന്താ? ചിലർ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സന്താനം ഒരു പെൺകുട്ടിയെ കിട്ടണം പ്രാർത്ഥിച്ച് ഇരുന്നിട്ട് ചുമ്മാ കളി പോലെയല്ലോ എന്തോ അവരുടെ ഉള്ളിൽ നിന്ന് വന്നതാണ്. ഇപ്പൊ അത് തന്നെ എനിക്ക് വലിയ തൊല്ലയായി. കാരണം എന്തൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങിയോ അതിനൊക്കെ ഡിഫക്ട്സ് ഉണ്ട്. എന്തൊക്കെ ഭഗവാൻ നമുക്ക് തന്നില്ലയോ സന്തോഷം എന്ന് വിചാരിക്കാം, എന്തൊക്കെ ഭഗവാൻ നമുക്ക് തന്നോ സന്തോഷം എന്ന് വിചാരിക്കാം അല്ലേ?
ഒരു അമ്പലത്തിൽ പോയിട്ട് ഒരാൾ പ്രസാദം തന്നു, ഒരു പോറ്റി. എനിക്ക് ഉണ്ണിയപ്പം വെച്ചിട്ടേ പ്രസാദം തരുമെന്ന് ചിന്തിക്കണം, ഞാനല്ലേ കുഴപ്പം? എനിക്ക് ഉണ്ണിയപ്പം വെച്ച് പ്രസാദം തരണം, എനിക്ക് തുമ്പലയിൽ പ്രസാദം തരണം. ആ ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. പ്രസാദം എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് നമുക്ക് തരണോ അത് നമ്മൾ സ്വീകരിക്കുക. അപ്പൊ ഈ ഫലമൊക്കെ ഉണ്ട് വെളിയിൽ, ഇന്ന കാര്യത്തിനൊക്കെ പല പല ഫലമുണ്ട്. ആ ഫലമൊക്കെ വെറും ക്ഷുദ്രം. അതിൻ്റെയൊക്കെ അവസാനം എന്താ? ഒരു തൊഴിലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു നോക്കൂ, അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ചെറിയ ചെറിയ വിഷയങ്ങൾ നമുക്ക് വലിയ താപം ഉണ്ടാക്കും. ഒരു അമ്പലത്തിനെ ഈ വലിയ കാര്യമായിട്ട് സ്നേഹിച്ചു നോക്കൂ, നമുക്ക് താപം വരും. ആ ഒരു ആശ്രമത്തിൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് നോക്കൂ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയും ഇയാൾ എന്തോ മോഹിച്ചിട്ട് ചെയ്യാണെന്ന് പറയും, ബുദ്ധിമുട്ട് വരും. അപ്പൊ വെളിയിൽ ഏതൊക്കെ ഒരു വസ്തുവിനോട് നമ്മൾ ആഗ്രഹമോ അറ്റാച്ച്മെന്റോ വയ്ക്കണോ, ആ വസ്തു എല്ലാം നമുക്ക് ക്ഷുദ്രഫലം തരും. അപ്പൊ പിന്നെ എല്ലാവരും അധ്യാത്മത്തിൽ ഇറങ്ങി എങ്ങനെ? ഞാൻ കൂടെ ചെറിയ വയസ്സിൽ ഇതിനൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാർ ഫസ്റ്റ്, പിന്നെ പറഞ്ഞ് അവർ മടുത്തു. ഇനി കുടുംബക്കാര്, ഫ്രണ്ട് സർക്കിള്, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയും ഇത്ര പെട്ടെന്ന് ഇതിന് ആവശ്യമുണ്ടോ? അധ്യാത്മത്തിന്റെ ആവശ്യമുണ്ടോ? എന്തിനാ ഇത്? ഒരു കാലം കഴിഞ്ഞിട്ട് മതിയല്ലോ അല്ലേ? നമ്മൾ ഇതൊക്കെ പറയണം. ഈ മൃത്യു വരുമ്പോ എനിക്കിപ്പോ 20 വയസ്സോ 17 വയസ്സോ ആയിട്ടുള്ളൂ, നീ ഒരു 60-65 വയസ്സിന് ശേഷം എനിക്ക് അധ്യാത്മമുണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് 80 വയസ്സിൽ വന്നാൽ മതി നമുക്ക് പറയാൻ പറ്റുമോ? സഡൻലി നമ്മൾ സറണ്ടർ ആവുകയാണ് ചെയ്യണത് അല്ലേ? ഒരു മൃത്യു വന്ന, ഒരു രോഗം വന്ന, എനിക്കിപ്പോ വരേണ്ട പ്രായമല്ല എന്ന് പറയുമോ നമ്മൾ? വന്ന വി ഹാവ് ടു അക്സെപ്റ്റ് അല്ലേ? വേറെ വഴിയേ ഇല്ല. നീന്തൽ പഠിക്കാൻ പോണു ഒരാൾ, ചിലർ പറയും പതുക്കെ പതുക്കെയല്ലേ നമുക്ക് വരുവുള്ളൂ. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതിനൊരു സമയം വേണ്ട, ഇത് ആ ലെവലൊന്നും ഞാൻ ആയിട്ടില്ല എന്ന് പറയും. അപ്പം നമ്മൾ നീന്തൽ പഠിപ്പിക്കാൻ കൊണ്ടുവിട്ടു അച്ഛനും. നീന്തൽ കുറച്ചായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരിക്കണം. ഒരു ചെറിയ ലെവലിൽ ഒന്ന് തത്കാലം ഒന്ന് തത്രാപിത്ര പോലെ നീന്തൽ പഠിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് ഒരു വെള്ളത്തിൽ അകപ്പെട്ടു പോയി എന്ന് വെച്ചോ, ഈ ക്ലാസ്, എൻ്റെ നീന്തലിന്റെ ക്ലാസ്സിന്റെ അവസാന സർട്ടിഫിക്കറ്റിന് ശേഷം മാത്രമേ ഞാൻ നീന്തോളൂ എന്ന് പറഞ്ഞിരിക്കുമോ, നമ്മൾ രക്ഷപ്പെടാൻ പോകും അല്ലേ? ഈ ഒരു ലെവല് കഴിഞ്ഞിട്ടേ എനിക്ക് നീന്താൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കോ, എന്തെങ്കിലും വല്ല കല്ലിലോ വള്ളിയിലോ പിടിച്ചെങ്കിലും രക്ഷപ്പെടാൻ നോക്കണു അല്ലേ? എന്താ? അപകടം മുന്നിൽ കണ്ടപ്പോഴ് നമ്മൾ രക്ഷപ്പെടാൻ ഒരു വഴിയെ തേടണം. അപ്പോ ഇത് മുമ്പിൽ ഒരു അപകടം വന്നു എന്ന് വിചാരിച്ചോളൂ. എല്ലാവർക്കും സ്പിരിച്വലിൽ വരണമെങ്കിൽ ഒരു അപകടമോ ഒരു ദുഃഖമോ വേണ്ടി വരും അല്ലേ? അതുകൊണ്ട് ദുഃഖം നമ്മളെ സ്പിരിച്വലിലേക്ക് കൊണ്ടുവരണമെന്നല്ലാതെ ദുഃഖം വരണ സമയത്ത് നമ്മൾ വേറൊന്നും ചിന്തിക്കുകയില്ല. നല്ല പട്ടുമെത്തയിൽ കിടക്കാം, ഇന്ന് നല്ല ദുഃഖം, ഞാൻ അതുകൊണ്ട് AC ഇട്ട് കുറച്ചു നേരം റൂമിലിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോഴ് ഇതിന് പരിഹാരം തേടി നമ്മൾ പോവും. അമ്പലത്തിൽ പോണ എന്തിനാ? ദുഃഖം വരണതുകൊണ്ട്. സർവ്വസുഖം ഉണ്ടെങ്കിൽ ആരമ്പലത്തിൽ പോവും? എനിക്ക് ബെൻസ് കാറുണ്ട്, ഇതുണ്ട്, അതുണ്ട്, സദാ സുഖമുള്ള ആളെ എന്തിന് അമ്പലത്തിൽ പോകണം? അമ്പലത്തിൽ പോണു, സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണു, സന്യാസിമാരെ കാണണു, ജ്ഞാനികളെടുത്ത് പോണു. എന്തിനാന്ന് വെച്ചാൽ ഒരു പടല ദുഃഖമുള്ളിലുണ്ട്. ഈ ദുഃഖം എന്ന് പറഞ്ഞ ക്ഷുദ്രം, അതാണ് ദുഃഖം. അർജുനൻ കൂടെ എന്തൊക്കെയോ അറിയാമെന്ന് പറഞ്ഞു. ആദ്യത്തെ അധ്യായത്തില് വലിയ ലെക്ചർ, പാവപ്പെട്ട കൃഷ്ണനെ വിളിച്ചിരുത്തിയിട്ട് 1 മണിക്കൂർ ലെക്ചർ കൊടുത്തു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കൃഷ്ണ, ഇതാണ് ധർമ്മം, സ്ത്രീകൾ നശിച്ചു പോവും, ഇത് നശിച്ചു പോവും, കുലമില്ലാതായി പോവും, ഇതാണോ ധർമ്മം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുഴഞ്ഞ് ആടിപ്പോയി കൃഷ്ണന്റെ അടുത്ത് പോയി ആ എല്ലാ ആയുധവും കീഴെ വെച്ചിട്ട് അവിടെ പോയി ശരണാഗതി ചെയ്തപ്പോ കൃഷ്ണൻ ഒരടി തലയിൽ കൊടുത്തു. ശുദ്രം ഹൃദയ ദൗർബല്യം. അതുകൊണ്ട് തെക്തോത്തിഷ്ഠ പരം തപഃ. മറ്റ് ശാസ്ത്രങ്ങളെല്ലാം പറയണത് എന്താ? നീ ബലവാനൊന്നും അല്ല, അതുകൊണ്ട് നീ ഉപകരണം വാങ്ങിച്ചോളുക അല്ലേ? നല്ലൊരു ഹോസ്പിറ്റൽ വന്നാൽ അതിന്റെ പരസ്യം വരും, യു ആർ നോട്ട് ഫിറ്റ്, ഗോ ത്രൂ വൺ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയും. എന്തിനാ? ആ ചെക്കപ്പ് ചെയ്ത് അതിൽ പോയി പെട്ടുപോയാൽ പിന്നെ നമ്മുടെ ചിന്ത മുഴുവൻ ഇതായിരിക്കും, എനിക്ക് രോഗമുണ്ട്. പക്ഷെ നമ്മളെ ശാസ്ത്രം എന്ത് ചെയ്യണു? ഉത്തിഷ്ഠ പരം തപഃ. പരമമായ തപസ് ചെയ്യാൻ കഴിവുള്ള അർജുന എന്ന് പറയുന്നത് നമ്മളെയൊക്കെ റെപ്രസെന്റേറ്റീവ് ആണ്. പരമമായ തപസ് ചെയ്യാൻ കഴിയണ അർജുന, നീ ഉത്തിഷ്ഠ, ഉണരൂ. നമ്മളെ ശാസ്ത്രം നമ്മളെ ഉയർത്തണു. മറ്റ്
സയൻസ് ഒക്കെ നമ്മളെ അടിച്ച് താഴ്ത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് സയൻസില് എക്സ്പെരിമെന്റ് ചെയ്തതോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരോ ഒക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നലെ വരെ ചെയ്തവൻ തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ സയൻസിൽ പറഞ്ഞത്. ആ ഒരു തിയറി തെറ്റാണ്, ഇതിന് പകരം ഈ തിയറി, ഡാർവിൻ തിയറി തെറ്റാണ്, അടുത്ത ആള് വരും. ഈ ആള് പഠിക്കണത് എന്തിനാ? ഇന്നലെ വരെ പറഞ്ഞത് തെറ്റാണ്, ഞാൻ അതിന് ഒരു പൊരുളിനെ കണ്ടെത്തണം എന്ന് പറയണു. പക്ഷെ നമ്മുടെ ശാസ്ത്രം പറയണു, നീ കാണുന്നതെല്ലാം തെറ്റാണ്, നീയാണ് പരമമായ ശരി, കാണണവനാണ് പരമമായ ശരി എന്ന് നമുക്ക് ശാസ്ത്രം പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ശാസ്ത്രം നമ്മളെ ഉയർത്തണു. എന്തിനാ? ഈ ക്ഷുദ്രഫലത്തിൽ നിന്ന് ഉയർത്തണു. അതുകൊണ്ട് നീ ഇത്തരത്തിലുള്ള ഫലമൊക്കെ ഉണ്ട് വേദത്തില്, അതിലൊന്നും ഞാൻ സ്വപ്നത്തിൽ കൂടെ കാണണില്ല എന്ന് ശങ്കരാചാര്യർ പറയുന്നു. ന മന്യേ സ്വപ്നേവാ തദനുസരണം തത്കൃത ഫലം. ആ ഫലത്തെ ഒന്നും സ്വപ്നത്തിൽ കൂടെ കാണണില്ല. എന്താ സ്വപ്നത്തിൽ കൂടെ കാണണില്ല എന്ന് പറയണത്? എന്ന് വെച്ചാൽ ഇപ്പൊ എത്ര പേര് സ്വപ്നത്തിലായിരിക്കും? ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കണു. എത്ര പേര് സത്സംഗത്തിൽ അലേർട്ടായിരിക്കണു? പകുതി കൂടുതൽ പേരും സ്വപ്നത്തിലാണ്. കറണ്ട് വരുമോ, ചൂടെടുക്കണോ, ഇതെങ്ങനെ, ഇനി പോകാൻ പറ്റുമോ, കുട എടുത്തില്ല, കാറിനകത്താണ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ സ്വപ്നം. രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണോ ഭഗവാനെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ രമണ മഹർഷി ചോദിച്ചു, ഓ തൂങ്ങുമ്പോൾ സ്വപ്നം വരുതാ, ഉറങ്ങുമ്പോഴേ സ്വപ്നം വരണോ എന്ന് ചോദിച്ചു. അത് വരണോ, നീ മുഴിച്ചിരിക്കുമ്പോൾ സ്വപ്നം പാക്കാമിരുന്നാ പോരും. നീ ഉണർന്നിരിക്കുമ്പോ സ്വപ്നം കാണാതിരുന്നാ നിനക്ക് ഉറങ്ങുമ്പോഴും സ്വപ്നം കാണില്ല അല്ലേ? ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണും സ്വപ്നം അല്ലേ, ഞാൻ വലിയ ആളായി പോവോ, എനിക്കിത് കഴിഞ്ഞിട്ട് അവിടെ എത്താൻ പറ്റുമോ, ഇവിടെ എത്താൻ പറ്റുമോ, പല ചിന്തകളോട്. ഇതാണ് സ്വപ്നം. ഈ സങ്കല്പം, ഈ സങ്കല്പത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് സ്വപ്നത്തിൽ കാണുന്നത്. അതുകൊണ്ട് രാത്രി എന്തെങ്കിലും പേടിയുള്ള സാധനമൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങിയ സ്വപ്നത്തിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ വരും. ഇതിനൊക്കെ ക്ഷുദ്രഫലമാണ്. ജഗത്തിൽ മുഴുവനുണ്ട്, എന്തു വേണമെങ്കിലും ഉണ്ട്, എല്ലാ എസൻസും ഉണ്ട്. പക്ഷേ ജഗത്തിൽ പോയിട്ട് അനുഭൂതിയെ മാത്രം നമുക്ക് കിട്ടില്ല. ശരിയല്ലേ? ജഗത്തില് മരണമില്ലാത്തത് കിട്ടില്ല. കിട്ടുമോ? ഫലം എന്താ? മരണം. ഒരു കുട്ടി ജനിച്ച ഫലം എന്താ? മരണം. ഈ ഇരിക്കണ എല്ലാവരും മരിക്കും. ശരീരമായിട്ടുള്ള എല്ലാവരും ഒരു നാള് ഇല്ലാതാവും. ഈ ഒരു സത്യം അറിഞ്ഞാ പിന്നെ ആരെങ്കിലും ഈ ശരീരത്തിൽ ഫെയർ ആൻഡ് ലവ്ലിയും തേച്ചിരിക്കുമോ? എന്നാ പിന്നെ കേട്ടാലും നമ്മൾ വീണ്ടും തേക്കണല്ലോ ഇതൊക്കെ എന്ന് ചോദിച്ചാ കേൾക്കണില്ല എന്നർത്ഥം. കേൾക്കേണ്ട വിധത്തിൽ കേൾക്കണില്ല അല്ലേ? കാരണം നമ്മൾ വേറെന്തൊക്കെയോ സങ്കല്പം ചെയ്തിരിക്കുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടി പാർലറിൽ പോവാം, ഇങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടേ ഇരിക്കണം, എന്തോ ശരിയാവും. ഇപ്പൊ വലിയ പഠിപ്പുള്ള ആൾക്കാര്, ഇപ്പോൾ ഞാൻ അറിഞ്ഞതാണ്, ഒരു സന്യാസി പറഞ്ഞതാണ്, വലിയ പഠിപ്പുള്ള ഒരാള്, വലിയ സയന്റിസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള ആള് വിദേശ രാജ്യത്ത് അദ്ദേഹത്തിന്റെ ബോഡി മരിച്ചതിന് ശേഷം ഈ ഫ്രോസൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. വലിയ കോടിക്കണക്കിന് കാശ് കൊടുത്തിട്ട്. എന്തിനാന്ന് വെച്ചാ എന്നെങ്കിലും ഇവിടെ മരണമില്ലാത്ത മരുന്ന് കണ്ടുപിടിക്കും, അത് ഇഞ്ചക്ട് ചെയ്ത് എന്നെ ഉണർത്താൻ വേണ്ടിയിട്ട്. സത്യം അമേരിക്കയിൽ പലയിടത്തും ഇത് നടത്തിയിട്ടുണ്ട്. ഒന്നും അറിവില്ലാത്തവരൊന്നും അല്ല വച്ചിരിക്കണത്, നല്ല ബുദ്ധി വിവരമുള്ള സയന്റിസ്റ്റുകൾ. എന്താന്ന് വെച്ചാൽ ഈ ശരീരം കൊണ്ട് നമുക്ക് എല്ലാ കാലവും ഒരുപോലെ ഇരിക്കാൻ പറ്റും എന്ന് വിചാരിക്കണം. പക്ഷെ എന്താ ഫലം? ക്ഷുദ്രഫലം. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കരകയറണം അല്ലേ? ശരീരത്തിൽ നിന്നും നമ്മൾ മുക്തമാവണം. കിം ജപൻ മുച്യതേ ജന്തുഹു ജന്മസംസാര ബന്ധനാദി. ഈ ജന്മത്തിൽ നിന്ന് നമുക്ക് മുക്തമാവണമെങ്കിൽ എന്തു വേണമെന്ന് വെച്ചാ ഹരിബ്രഹ്മാദിനാമാപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവ തവ പദാംബോജ ഭജനം. അതുകൊണ്ട് പണ്ടൊക്കെ ചൊല്ല് പറയും, ഏതെങ്കിലും അമ്മൂമ്മമാരൊക്കെ വന്ന് സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന ചെറിയ കുട്ടികൾ പറയും, അമ്മൂമ്മ ഇപ്പോഴും സീരിയൽ കാണണോ, പോയി ശിവശിവ ശിവശിവ എന്ന് പറഞ്ഞിരിക്കൂ എന്ന് പറയും അല്ലേ? ശിവശിവ പറയേണ്ട കാലത്തിൽ ഇതാണോ ചെയ്യണത്?
എന്ന് വെച്ചാൽ അതേ ഉള്ളൂ ആശ്രയം. പരമമായ ആശ്രയം എന്താ? ഭഗവത് പാദമാണ് പരമമായ ആശ്രയം. ആ പരമമായ ആശ്രയത്തെ ഞാൻ യാചിക്കണമെന്ന് പറയുന്നു ശങ്കരാചാര്യർ. വലിയൊരു ഭിക്ഷകനായിട്ട് ശങ്കരാചാര്യർ പറയാണ്, എനിക്ക് ക്ഷുദ്രഫലമൊന്നും വേണ്ട, എനിക്ക് ഭാര്യ വേണം, കുട്ടി വേണം, വീട് വയ്ക്കണം, അത് വയ്ക്കണം, ഇത് വയ്ക്കണം, അല്ലേ, കാറ് വേണം, ഒന്നുമുള്ളൂ, ആഗ്രഹമൊന്നും എനിക്കില്ല. ഒരു കാര്യം ഞാൻ യാചിക്കുകയാണ് ഭഗവാനെ, എനിക്ക് തന്നുള്ളത് എന്താണെന്ന് വെച്ചാ, ചിരം യാചേ ശംഭോ ശിവ തവ പദാംബോജ ഭജനം, അങ്ങയുടെ പാതാരവിന്ദത്തിലുള്ള ഭജനം, ഭഗവത് നാമം, സങ്കീർത്തനം, സത്സംഗം, ഇതെനിക്ക് കിട്ടണേ ഭഗവാനെ എന്ന് യാചിക്കണു. നമ്മൾ എത്ര പേര് യാചിക്കണു അല്ലേ? ഇപ്പൊ ഒരു ഭാഗവത സപ്താഹത്തിന് പോയാൽ കൂടെ രുക്മിണി സ്വയംവരത്തിന്റെ അന്ന് വലിയ തിരക്കാണ്. എന്തിനാന്ന് വെച്ചാൽ കുറെ രസീത് എഴുതി വെച്ചുകൊണ്ട് നിൽക്കുക, എന്റെ മക്കൾക്ക് കല്യാണം നടക്കണേ, എന്റെ മക്കൾക്ക് കല്യാണം നടക്കണേ. ആളുകള് ഭാഗവത സപ്താഹത്തിന്റെ ആൾക്കാരും കുറച്ച് പ്രൊമോട്ട് ചെയ്യും. എന്താന്ന് വെച്ചാ, ഇത് ചെയ്താ, ഇത് വായിക്കണേ, ഈ പാർട്ട് ഇരുന്ന് ശ്രദ്ധയോടെ കേട്ടാ വീട്ടിലെല്ലാവർക്കും കല്യാണം നടക്കുന്നു അല്ലേ? നടക്കുവോ? നടക്കും. എന്താ, വായിക്കണ ആൾക്ക് കുറച്ച് പേരെ കിട്ടും ഇങ്ങനെ പറയാൻ, ഇല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോണില്ല. നടക്കേണ്ടത് എന്നാണോ അത് നടക്കും. അതിനെ നമുക്ക് തടുക്കാനും സാധ്യമല്ല അല്ലേ? ഇന്ന് എനിക്ക് സുഖം കിട്ടണു, നല്ല കാറ്റ് കിട്ടണം, ഇത് കിട്ടണ്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ ദുഃഖവും അതുപോലെയാണ്, നമുക്ക് വേണ്ടാന്ന് വിചാരിക്കാൻ പറ്റില്ല, സുഖത്തിനെ നമുക്ക് വേണ്ടാന്ന് വിചാരിക്കാൻ പറ്റില്ല. രണ്ടിൻ്റെയും അടുത്തുള്ള ഒരു സമീപനത്തിനെ മാറ്റാം. നല്ല സുഖമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, നല്ല അനുകൂലമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ എന്നുള്ളൊരു സമീപനം മാറ്റാം. കൃഷ്ണൻ തന്നെ പറയണു, എന്താ ഭഗവത്ഗീതയില്, മാത്രാസ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാ പായിന അനിത്യാഹ. ഇതെല്ലാം അനിത്യമാണ്. എന്താ? ഈ സുഖം, ദുഃഖം, ശീതം, ഉഷ്ണം, ഇതൊക്കെ നിത്യമല്ലാത്തതാണ്. ആഗമാപായിനാഹ, ഇത് വന്നും പോയി ഇരിക്കും അല്ലെ? ഗസ്റ്റിനെ പോലെയാണ് വീട്ടില്. ഇപ്പോ മക്കളൊക്കെ വീട്ടില് ഗസ്റ്റാണ്, എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ച് എവിടെയെങ്കിലൊക്കെ ജോലിയായിരിക്കും, വീട്ടിൽ ഗസ്റ്റിനെ പോലെ മക്കൾ വരും. അമ്മമാർക്ക് മക്കൾ വരുമ്പോൾ നല്ല സന്തോഷം, മക്കൾ പോകുമ്പോൾ കരച്ചിൽ തുടങ്ങും. അയ്യോ, ഇതേ കുട്ടി വീട്ടിൽ തന്നെ അടങ്ങിയിരുന്നാൽ കരയും, അയ്യോ ജോലിയൊന്നും ഇല്ലല്ലോ, ജോലിയൊന്നും ഇല്ലല്ലോ. ജോലിക്ക് പോയി എവിടെയെങ്കിലും ദൂരെയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുക, അയ്യോ ലീവില്ല, ഓണം ഇല്ല, ഒന്നുമില്ല. നോക്കൂ, ആഗമാ പായിനാഹ ശീതോഷ്ണ സുഖദുഃഖദ. മകൻ വീട്ടിൽ തന്നെ ഇരുന്നാ കുറ്റം, വീട്ടിൽ നിന്ന് വേറെ ജോലിക്ക് പോയാൽ കുറ്റം. അപ്പൊ ആളുകൾക്ക് കുറ്റം പറയലൊരു പരിപാടിയാണെന്നല്ലാതെ ഇതൊന്നും അല്ല പരിപാടി. അപ്പൊ അതുകൊണ്ട് ആ ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത് പാദാംബോജ ഭജനം, ഭഗവാന്റെ മന്ത്രം, ഭഗവാന്റെ സത്സംഗം, കഥകള്, ഇതിനെയൊക്കെ പോയി യാചിക്കും അല്ലേ? നമ്മളൊക്കെ ഭിക്ഷക്കാർക്ക് ഒരു 10 രൂപ കൊടുത്താ എന്തു പറയും? നല്ല തടിയും പൊക്കമൊക്കെ ഉണ്ടല്ലോ, 4 ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ വിചാരിക്കും അല്ലേ? എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു 10 രൂപ കൊടുത്തിട്ട് ഈ 10 രൂപ കൊണ്ടാണ് അയാള് നാളെ വീട് വയ്ക്കാനൊക്കെ പോണത്. നമ്മൾ കൊടുക്കണ ഒരു 10 രൂപ ഒരു ജോലി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇത്ര ആരോഗ്യം ഉണ്ടല്ലോ, ഇതുണ്ടല്ലോ അല്ലേ? നമ്മൾ വാസ്തവത്തിൽ ആരാ? വെളിയില് സമ്പന്നനെ പോലെ വേഷം കെട്ടിയിരിക്കുന്ന ഭിക്ഷക്കാരാണ് നമ്മൾ. എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉള്ളില് ഭിക്ഷാപാത്രം വെച്ചിരിക്കണു. വെളിയില് ഭിക്ഷക്കാരൊന്നും കുഴപ്പമില്ല, അത് പുറമേ ഭിക്ഷാപാത്രം, അല്പ ആഹാരത്തിന് വേണ്ടിയിട്ട് അവർ ഭിക്ഷ യാചിക്കണു. നമ്മളോ പേയ്മെന്റ് കിട്ടോ, പേയ്മെന്റ് കിട്ടോ, ഇവിടെ കിട്ടോ പേ, അവിടെ കിട്ടോ പേ അല്ലെ? പേ പിടിച്ച് ഓടുകയാണ് നമ്മൾ. ഇത് പേ കിട്ടോ, ആ പേ കിട്ടോ, ഈ പേ കിട്ടോ. നമ്മളെ കുട്ടികളെല്ലാം ബർമുഡയിട്ട് അമേരിക്ക പോവാണ്. എന്തിനാ? പേ. പേപ്പട്ടി കടിച്ചിരിക്കുകയാണ് ഒരു പട്ടി, വലിയൊരു പേപ്പട്ടി കടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അകത്ത് എന്ത് കിട്ടിയാലും, ബ്രഹ്മസൂത്രം ഫ്രീ ആ കിട്ടിയാലും 2 കൈ കൊണ്ട് വാങ്ങിക്കും. എന്താ ഉപയോഗം? ഫ്രീ അല്ലേ? വലിയ ഭിക്ഷാപാത്രം വെച്ചിരിക്കണം. അതുകൊണ്ട് ഭിക്ഷാപാത്രം നല്ലതാണ്. ഭഗവാന്റെ അടുത്ത് ചോദിക്കേണ്ടത് ഭഗവാന്റെ ആ പാതാരവിന്ദത്തിന്റെ അർച്ചന ചെയ്യാനുള്ള ഒരു ഭാഗ്യം തരൂ ഭഗവാനെ. ഭഗവാനെ ആരാധിക്കാനുള്ള ഭാഗ്യം തരൂ, മന്ത്രജപത്തിനുള്ള ഭാഗ്യം തരൂ.
സങ്കീർത്തനം ചെയ്യാനുള്ള ഭാഗ്യം തരൂ. ചിലരൊക്കെ വലിയ തൊഴിലിൽ ഇരുന്നിട്ടും സമയം കണ്ടെത്തി സത്സംഗത്തിനിരിക്കണം. ഏതോ ഫ്രീ ആയിട്ട് വീട്ടിൽ കുക്കർ എടുത്തിട്ട് 5 വട്ടം കഴുകി, ഇനി ഒന്നും ചെയ്യാമല്ലോ, ഒന്നുകൂടെ കഴുകാന്ന് വിചാരിച്ചിരിക്കണവര് സത്സംഗത്തിൽ വരണ വലിയ കാര്യമൊന്നുമല്ല. വലിയ തൊഴിലില് വലിയ ബിസി ഷെഡ്യൂളിൽ ഇരിക്കണവര് അതിനൊക്കെ വിട്ടിട്ട് കുറച്ച് സമയം കണ്ടെത്തി നല്ല ക്ഷീണമായിരിക്കുമ്പോഴും സത്സംഗം വേണം എന്ന് വിചാരിക്കണം, ഭഗവത് ആരാധന വേണം എന്ന് വിചാരിക്കണം, ഭഗവത് നാമം വേണം എന്ന് വിചാരിക്കണം. ഇത് വലിയ മഹത്വമാണ്. ആ മഹത്വത്തെയാണ് ശങ്കരാചാര്യർ ഇവിടെ ചോദിക്കുന്നത്. എനിക്ക് ഈ കാണുന്ന ജഗത്തിലുള്ള AC കാറോ ഒന്നും വേണ്ട. രമണ മഹർഷി അതാണ് പറഞ്ഞത്. വലിയൊരു ആനന്ദത്തിനെ എനിക്ക് തന്നിരിക്കണമെന്ന് പറഞ്ഞു. അണ്ണാമലയായി അടിയേനെ ആണ്ട അൻറേൻ ആവി ഉടൽ കൊണ്ടായി എനക്കോർ കുറയുണ്ടോ. രമണ മഹർഷി ചോദിക്കണം, എനിക്ക് വല്ല കുറവും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താന്ന് വെച്ചാൽ അണ്ണാമലയായി ആണ്ട അൻറേൻ, എന്നെ അണ്ണാമലയാർ ഭഗവാൻ സാക്ഷാത് പരമേശ്വരൻ എന്നെ ആണ്ടു എന്ന് പറഞ്ഞാൽ പിടിച്ചു വലിച്ചോണ്ട് വന്നു. എനക്കോർ കുറവുണ്ടോ. എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാ, ആ അണ്ണാമലയാർ എന്തു കൊടുത്തു? ആ ആസാമി ഒന്നും കൊടുത്തില്ല, ഉള്ളതിനെയും കൂടെ അങ്ങോട്ട് എടുത്തു. എന്താ എടുത്തത്? ആവി ഉടൽ കൊണ്ടായി. ശരീരത്തിനെയും ശരീരത്തിന്റെ അഭിമാനവും മനസ്സിന്റെ അഭിമാനത്തിനെ അങ്ങോട്ട് എടുത്തു. എനക്കോർ കുറയുണ്ടോ. നമുക്കോ ശരീരം മനസ്സ് എല്ലാം ഉണ്ട്, കുറവുണ്ട് അല്ലേ. ഒരു ക്ഷേത്രത്തിൽ പോയാൽ അത് അടയ്ക്കണ വരയ്ക്കും അല്ലേ, പൂജാരി നമ്മളടുത്ത് യാചിക്കണം, ഒന്ന് ഇറങ്ങിപ്പോയാൽ ഒന്ന് അടയ്ക്കായിരുന്നു. എന്താ വെച്ചാൽ ഒരു ലിസ്റ്റാണ്, എനിക്ക് ഇത് വേണം ഇത് വേണം. എങ്ങനെ വരണു? AC കാറിൽ, നല്ല ബെൻസ് കാറിൽ വന്നിരുന്നിട്ട് കുറവ് പറഞ്ഞിട്ട് പോണു. രമണ മഹർഷി ഒരു കൗബീനം മാത്രം ഇട്ടിട്ട് പറയാണ്, എനക്കോർ കുറയുണ്ടോ. എനിക്ക് കുറവെല്ലാം ഉണ്ടോ? ഒരു കുറവുമില്ല, ഞാൻ പൂർണ്ണമാണ് അല്ലേ. ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച കുട്ടി ആയിക്കോട്ടെ, പണക്കാരന്റെ വീട്ടിൽ ജനിച്ച കുട്ടി ആയിക്കോട്ടെ, ആ കുട്ടിക്ക് കാണുന്നതെല്ലാം ആനന്ദമാണ്. എന്താ? അവരൊന്നും പണത്തിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. നമുക്ക് കാണുമ്പോഴാണ് അയ്യോ ആ കുട്ടി ഇങ്ങനെ മണ്ണിൽ കിടക്കണോ, അത് കിടക്കണോ, അവര് ടൈഡി അല്ല, ക്ലീൻ അല്ല എന്നൊക്കെ വിചാരിക്കും അല്ലേ. ആ കുട്ടികൾക്ക് ആ വിചാരം വല്ലതും ഉണ്ടോ? എന്തുകൊണ്ടാ? അവർക്ക് ശരീരം എന്നൊരു ബോധമില്ല, മനസ്സ് എന്ന് പറഞ്ഞ ഭൂതവും ഇല്ല. ഈ രണ്ടും അവർക്ക് പ്രവർത്തിക്കണില്ല. അവർക്ക് എന്തുണ്ട്? ആനന്ദമുണ്ട്. അപ്പൊ കുട്ടിയെ പോലെ ഇരിക്കുക. വേദം പോലും പറയണത്, വേദം പഠിച്ച് വേദത്തിന്റെ പൊരുളറിഞ്ഞ് ബാലേന തിഷ്ഠന്തി. ഒരു ബാലനെ പോലെ ചോക്ലേറ്റ് വാങ്ങിച്ച് കഴിച്ച് മണ്ണിനെയും ചവിട്ടി എറിഞ്ഞ് കുട്ടികളെ പോലെ കളിച്ചോണ്ട് നടക്കണം എന്നത്രേ. എന്നുവെച്ചാൽ ആനന്ദം. വേദത്തിന്റെ ഫലം ആനന്ദമാണ്. മറ്റേ ഫലമൊന്നും നമുക്ക് ആനന്ദത്തെ തരില്ല. ഇതാണ് ശിവാനന്ദ ലഹരിയിൽ പറയണത്. സഹസ്രം വർദ്ധന്തേ, ഒരുപാട് പേര് ബലം തരാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അല്ലേ. ഈ ജ്യോതിഷനെ കണ്ട എല്ലാ ബലമുണ്ട്, ഈ ഹോമം ചെയ്ത എത്ര ബലമുണ്ട്. ഇതിലൊക്കെ പോയി പെട്ടു നോക്കൂ, കുറെ കാശ് പോവും. പട്ടീരെ വാല് നോക്കണത് പോലെയാണ്. അപ്പൊ ക്ഷുദ്രഫലത, അതൊക്കെ വെറും ക്ഷുദ്രഫലമാണ്. വാസ്തവത്തിൽ ഞാൻ ഈ ശരീരമേ അല്ല, ഞാൻ ഈ മനസ്സേ അല്ല, ഈ ശരീരം മനസ്സ് എന്ന തലത്തിൽ ഞാനില്ല. ആർക്കെങ്കിലും ശരീര അനുഭവം ഇപ്പൊ പറയുമ്പോ ശരീരത്തിനെ കുറിച്ച് ഓർമ്മ വരണമെന്നല്ലാതെ ആർക്കെങ്കിലും ശരീരബോധത്തോടു കൂടി ഇരിപ്പണുണ്ടോ? ഇല്ല അല്ലേ. മനസ്സ് ഏതൊക്കെയോ വസ്തുവിൽ പോയിരിക്കണു, അത് ഞാനല്ല. ശരീരം മാറിക്കൊണ്ടേയിരിക്കണു, അത് സത്യമല്ല, മാറാത്ത പൊരുളല്ല. എനിക്ക് തന്നെ എൻ്റെ മാറ്റം അറിയണമെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് അയ്യോ ഒരുപാട് മാറിപ്പോയല്ലോ നിങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ഐഡന്റിഫിക്കേഷൻ വരില്ലേ. ആരെങ്കിലും പറയണോ ഒരുപാട് മാറിപ്പോയി എന്ന് പറയണം. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മാറ്റത്തെ അറിയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഞാൻ മാറാത്ത പൊരുളാണ്, ഒരു കാലത്തും ഇല്ലാതാവാത്ത പൊരുളാണ്. ശരീരം ഇല്ലാതാവും, മനസ്സില്ലാതാവും, എൻ്റെ സ്വരൂപം, എൻ്റെ അനുഭവം ഒരു കാലത്തും ഇല്ലാതാവാത്തതാണ്. ആ അനുഭൂതിക്ക് നമുക്ക് എന്തു വേണം? ഒരു ആലംബം, പരമേശ്വരനെ ഭജിക്കുക, ഈശ്വര ഭജനം. നാരായണനെ ഭജിച്ചുള്ള ഒരു നാരായണ മന്ത്രം എടുക്കുക, ഒരു പരമേശ്വരന്റെ നമശിവായ മന്ത്രം എടുക്കുക.
ഒരു സത്സംഗത്തിലിരിക്കാം. ഒരു സത്സംഗം കിട്ടിയില്ല, മഴ പെയ്തു നിറഞ്ഞു വെള്ളം കവിയണോ, മിണ്ടാതെ ചലിക്കാതിരുന്നോളാം. അവിടെ ഇല്ലാത്ത ശബ്ദം എടുത്ത് വീട്ടിലെ കാര്യമൊന്നും പറയണ്ട. നമ്മൾ ഒരു സ്വാമി വന്നില്ല, 11-12 മണി തൊട്ട് 1 മണി വരെ സ്വാമി വരണ വഴിക്ക് കാറ്റുപോയി, പറയാൻ പറ്റില്ലേ? ചിലപ്പോ വണ്ടിയുടെ കാറ്റ് പോയി, ഇല്ലെങ്കിൽ സ്വാമിയുടെ കാറ്റ് പോയി എന്ന് തന്നെ ഇരിക്കട്ടെ. ആ ടൈമിൽ സത്സംഗം മുടങ്ങി എന്ന് പറഞ്ഞ് ഊന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത്. 12 മണി തൊട്ട് 1 മണി വരെ നമ്മൾ അങ്ങനെ നിഷ്ഠാപൂർവം ഭഗവതാരാധന ചെയ്ത്, ഏത് രീതിക്ക് നിങ്ങൾക്ക് ഭഗവതാരാധന ചെയ്യാൻ പറ്റുമോ, ഇവിടെ മന്ത്രജപം നടന്നു, നാമജപം നടന്നു, അർച്ചന നടന്നു, അതുപോലെ ചെയ്യാം. ഏതോ സ്വാമി വന്ന് പറയുമ്പോൾ മാത്രം അടക്കം പോലെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് സത്സംഗം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അനുഭവമായിട്ട് വരണം. അത് വന്നില്ലെങ്കിൽ ഒരു പ്രഭാനന്ദ സ്വാമിയെ കൊണ്ട് ഒരു ഗുണമില്ല. വെളിയിലൊരു ചിത്രം വെച്ച് പൂ വെച്ച് ഇടാന്നല്ല, ഇവിടെ വന്ന ഭഗവതാരാധനയല്ലാതെ, നമ്മളെ കരകയറ്റണതല്ലാതെ വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല. ഇതൊരു വ്രതമായിട്ടെങ്കിലും നമ്മൾ എടുത്താൽ നമ്മുടെ അധ്യാത്മ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ സ്വാമി കൊള്ളാം, ഈ സ്വാമി കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും നമുക്ക്. കുറെ സ്വാമിമാരുടെ കൂടെ നടക്കണ കേൾവി തൊഴിലാളികളായി മാറും. അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് എല്ലാവരും, നമ്പ്യാരും നായരും ബ്രാഹ്മണനും ശൂദ്രനും ക്ഷത്രിയനും എല്ലാം എന്തൊക്കെ പേരിട്ട് നമ്മൾ ജാതി വിളിക്കണോ, ഇവർക്കെല്ലാം ഉയരണം, ഉണർവ് വരണം. അതിനെന്തു വേണമെന്ന് വെച്ചാൽ നമ്മൾ സ്വയമേവ നമ്മളെ പറ്റിക്കാതെ നമ്മളെ കരകയറ്റാം. അല്ലെ, ആളുകളെ മുമ്പിൽ 4 കുറിയിട്ട് പറ്റിക്കാം. അതുകൊണ്ട് ക്ഷുദ്രഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉള്ളിൽ ആനന്ദമായിട്ടുള്ള അനുഭവം കിട്ടിയ ആ അനുഭവം നമുക്ക് ശാശ്വതമായ പരിഹാരത്തെ തരും. അതിനു വേണ്ടിയിട്ടാണ് ഈ സെന്ററും കുറച്ചു പേര് ദൂരെന്നും അടുത്തും കുറേ ദൂരം എന്നൊക്കെ വന്നിട്ടുള്ളത്. ഈ സെന്ററിൽ നമുക്കൊരു ശാന്തി വേണം. ഇവിടെ നിന്ന് കിട്ടുന്ന ശാന്തി നിലകളയാതെ നമുക്ക് എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സത്സംഗത്തിന്റെ മഹത്വം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്തിലൂടെ നമ്മൾ അറ്റാച്ച്മെന്റ്, സത്തിനോടുള്ള അറ്റാച്ച്മെന്റിലൂടെ നമ്മൾ വെളിയിൽ നമുക്ക് പ്രതിബന്ധമായിരിക്കുന്നതിനൊക്കെ ഡിറ്റാച്ച്ഡ് ആവണം നമ്മൾ. ആ നിസ്സംഗത്വേ നിർമോഹത്വം, അല്ലെ, ഡിറ്റാച്ച്മെന്റ് വന്ന മോഹം പതുക്കെ പതുക്കെ മാറും, അല്ലേ? ആ നിർമോഹത്വേ നിശ്ചല തത്വം, അവിടെ പോണം ഇവിടെ പോണം എന്നൊരു മോഹമാണ്. ആ മോഹം പോയ ഒരിടത്ത് അടങ്ങി നിശ്ചല തത്വമായിട്ടിരിക്കും. നിശ്ചല തത്വേ ജീവൻ മുക്തി. ഒരിടത്ത് അടങ്ങിയിരുന്ന് മനസ്സ് അടങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവന് മുക്തി ഉണ്ടാവുള്ളൂ, ഫ്രീഡം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് സത്സംഗം. അതിനു വേണ്ടിയിട്ട് നമ്മൾ വരണം. അതിന് നമ്മൾ ഒരു സ്വാമിയെ കൂടെ ആശ്രയിക്കാൻ പാടില്ല. ശാസ്ത്രത്തിനെ ഒരു പരിധിവരെ ആശ്രയിച്ച് ശാസ്ത്രം പറയണ അനുഭവമായിട്ട് ഇരിക്കുക. കുറച്ചു നേരമെങ്കിലും മിണ്ടാതെ ഇരിക്കാൻ നോക്കുക. അങ്ങനെ പറ്റിയ നമ്മൾ ഈശ്വരനായി. പോരെ.